കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. കടകംപള്ളി തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചെന്നും ഇഷ്ടപ്പെടാത്തതിനാൽ തട്ടിമാറ്റിയെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. ഫോണിൽ നിരന്തരം വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും റൂം എടുക്കട്ടെ എന്ന് ചോദിച്ചതായും സ്വപ്ന ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. He was a pure waste. He is not eligible to become a minister or an MLA. വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. ലെറ്റ് ഹിം കം ആൻഡ് ഗിവ് യു ആൻ ആൻസർ. എ ഹംഗ്രി ഡേർട്ട്, ഫ്രസ്ട്രേറ്റഡ്. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. That is not a word to say. He is frustrated. I'm seeing him for the first time. I don't know whether he's Kadagampalli Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. He often calls me to his official bhavanam. And he tells me I don't go there alone. Not even once I've gone alone because I know that he has another disease. അപ്പോൾ ആ രോഗം ഉള്ളതുകൊണ്ട് എനിക്ക് I don't want to be subjected to it because I'll slap him. ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, രണ്ടുപേരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പ്രൂഫും ഉണ്ട് എൻ്റെ കയ്യിൽ. സോറി പറഞ്ഞ് ഇങ്ങോട്ട് മെസ്സേജസും അയച്ചിട്ടുണ്ട് രണ്ടുപേരും. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ സാർ ഇസ് വെരി ഡേർട്ടി ബിക്കോസ് എൻ്റെ യങ്ങർ ബ്രദറിൻ്റെ ഒരു കേസ് വന്നപ്പോൾ when he understood that case means marriage issue, he understood that it is Swapna Suresh's brother, he said take action against that boy because കിട്ടിയിട്ടില്ലല്ലോ, അയാളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, മതിമറന്ന് ജീവിക്കുന്നതുകൊണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെ അടുത്തൊക്കെ നമ്മളുടെ UAE കോൺസുലേറ്റിൻ്റെ ഫംഗ്ഷന് വരാൻ പ്രോട്ടോക്കോളൊന്നും ഇല്ലാതെ ജസ്റ്റ് വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി, പ്ലീസ് കം, ദേ വിൽ കം. പി ശ്രീരാമകൃഷ്ണൻ സാർ 7 മണിക്കാണ് ഫംഗ്ഷൻ എങ്കിൽ 6 മണിക്ക് വന്ന് അവിടെ ഇരിക്കും ജസ്റ്റ് കാണാൻ വേണ്ടി. തോമസ് ഐസക് സാർ ഡയറക്റ്റ് അല്ല, പക്ഷേ ഹി വാണ്ടഡ് ടു ടേക്ക് മീ ടു മൂന്നാർ after the Alappuzha boat race or something. He said we'll take you to Munnar, it's a beautiful place. Why should he take me to Munnar? I also can go to Munnar. ഇവരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് ഇവർക്ക് ഒരു സ്ത്രീയെ കാണുമ്പോൾ മറ്റു രീതിയിൽ ചിന്ത വരുള്ളൂ. എന്നാലും ഞാൻ എന്നെ റേപ്പ് ചെയ്തു, എന്നെ പീഡിപ്പിച്ചു, ഞാൻ എൻ്റെ മരണം വരെ ഞാൻ അത് പറയില്ല. ബിക്കോസ് പീഡനം ഡസൻ ഹാപ്പൻ വൺ വേ. ഇറ്റ് ഈസ് യു ഓൾസോ ബിക്കം എ പാർട്ടി ടു ഇറ്റ് ആൻഡ് യു സേ ഓക്കെ. അല്ലാതെ നോബഡിക്ക് നമ്മളെ കടന്നു കയറി പിടിക്കാൻ പറ്റത്തില്ല. സ്പ്രിംഗ്ലർ വിഷയത്തിൽ KK ശൈലജയും ശിവശങ്കറും കൊമ്പ് കോർത്തെന്നും സ്വപ്ന പറഞ്ഞു. ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയാണ് കൊറോണയുടെ സമയത്ത് ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നെങ്കിലും ഇങ്ങനത്തെ when the deal took place she was actually moved out and she was not with anything. അപ്പോൾ on one occasion ശൈലജ ടീച്ചർ വഴക്ക് പറഞ്ഞു, വാട്ട് ഇസ് ഹർ പ്രോബ്ലം, ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഹി കെയിം ഹോം ആൻഡ് ഹി വാസ് ടോക്കിംഗ് ടു ഓൾ ഓഫ് us. അപ്പോൾ ഐ സെഡ് വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് എന്ന്, ഡേറ്റാബേസ് വിറ്റത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഷീ ഈസ് ട്രൈങ് ടു അറ്റാക്ക്. അപ്പോൾ വി ഹാവ് ടു സ്റ്റോപ്പ് ഹർ അറ്റ് ദാറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൂ ഇസ് ആക്ച്വലി ഗെയിനിങ്. അപ്പോൾ ഹി സെഡ് ഇറ്റ്സ് വീണ വിജയൻ. Openly, bluntly, he told it's for Veena Vijayan and it's for the chief minister that I am put into this as a scapegoat. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഗൗരവമുള്ള ആരോപണങ്ങൾ, ഗുരുതര ആരോപണങ്ങളാണ് സ്വപ്നയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനം കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ രീതിയിൽ മോശമായ കാര്യം അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെല്ലാം തന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് സ്വപ്ന പറയുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത് സ്വപ്ന?
അശ്വതി, ഏതാണ്ട് മെയ് മാസം തുടങ്ങി സ്വപ്ന സുരേഷ് നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ വെളിപ്പെടുത്തലുകളിലൊന്നും ഈ ലൈംഗിക ആരോപണങ്ങൾ ഒരിക്കലും സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടില്ല. ഇതാദ്യമായാണ് സ്വപ്ന സുരേഷ് ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ മുൻ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണൻ, മുൻ മന്ത്രി തോമസ് ഐസക്, ഈ 3 പേർക്കെതിരെയാണ് സ്വപ്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും മോശമായി പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ്. അദ്ദേഹം ഒരു ഹംഗ്രി ഡേർട്ട് എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. വളരെ വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജുകൾ സ്വപ്ന സുരേഷിന് അയച്ചു. ഫോൺ സെക്സിൽ ഏർപ്പെടുന്നതിന് സമാനമായ രീതിയിലുള്ള ശബ്ദങ്ങൾ മെസ്സേജായി അയച്ചു. ഫോൺ സെക്സിന് നിർബന്ധിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം നമുക്ക് ഇങ്ങനെ ലൈവിൽ പറയാൻ പോലും മോശമാണ്. അത്രത്തോളം മോശമായ കമന്റുകൾ. സ്ത്രീകളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തയാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. യാതൊരു തരത്തിലുള്ള മന്ത്രി എന്ന ഡെക്കോറവും അദ്ദേഹം പാലിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ താൻ കൈ തട്ടി മാറ്റുകയായിരുന്നു. അതിനുശേഷം തൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹം നിരന്തരം ഫോൺ വിളികളായിരുന്നു. ഒപ്പം മെസ്സേജുകൾ അയക്കുമായിരുന്നു. റൂം എടുക്കാം, അതായത് ഹോട്ടലിൽ റൂം എടുക്കാം എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ മോശമായി സംസാരിച്ചിരിക്കുന്നത്, ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. പക്ഷേ പീഡനമോ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും താൻ ഉന്നയിക്കുന്നില്ല. അതൊന്നും തന്നെ നടന്നിട്ടില്ല. പക്ഷെ അതിനൊന്നും തന്നെ കിട്ടുകയുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഉള്ള പെരുമാറ്റങ്ങൾ മുൻ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഒപ്പം മുൻ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണനെ കുറിച്ചും അവർ പറയുന്നുണ്ട്. പി ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിലേക്ക് തന്നെ ക്ഷണിച്ചു. നിരന്തരം മെസ്സേജുകൾ അയക്കുമായിരുന്നു. ഗസലുകൾ കേൾക്കാൻ പറയുമായിരുന്നു. താൻ ഈ ഗസലുകളെല്ലാം കേൾക്കുമ്പോൾ ഒരു സൗഹൃദമാണ് താൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനപ്പുറം ഉള്ള ലൈംഗിക ചുവയോടുകൂടിയുള്ള സംഭാഷണങ്ങളാണ് ഇവർ നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള മെസ്സേജുകളാണ് നടത്തിയിരുന്നത്. കോളേജ് കുമാരന്മാർക്ക് സമാനമായ രീതിയിലാണ് ഈ കടകംപള്ളി സുരേന്ദ്രന്റെയും അതുപോലെ ശ്രീരാമകൃഷ്ണന്റെയും പെരുമാറ്റം ഉണ്ടായിരുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. എന്നാൽ മുൻ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ കുറിച്ച് അദ്ദേഹം നേരിട്ടല്ല താനുമായി ബന്ധപ്പെട്ടത്, മറ്റൊരാൾ വഴിയാണ് താനുമായി ബന്ധപ്പെട്ടത് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. മൂന്നാറിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ആലപ്പുഴ ബോട്ട് റേസിന് ശേഷം മൂന്നാറിലേക്ക് പോകാം എന്ന് മറ്റൊരാൾ വഴി തോമസ് ഐസക് തന്നെ ബന്ധപ്പെട്ടു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ കെ ശൈലജയ്ക്ക് ഈ ഡാറ്റാബേസ് വിറ്റത് കെ ശൈലജയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് കെ ശൈലജയും ശിവശങ്കരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആ ദിവസങ്ങളിൽ ശിവശങ്കറിനെ കണ്ടത്. എല്ലാം വീണ വിജയന് വേണ്ടിയാണ് ചെയ്തത് എന്ന് ശിവശങ്കർ പറഞ്ഞു. അതിൻ്റെ നേട്ടങ്ങളെല്ലാം വീണ വിജയനായിരുന്നു. പക്ഷേ കെ ശൈലജയ്ക്ക് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കെ ശൈലജ വലിയ തോതിലുള്ള ബഹളങ്ങൾ ഉണ്ടായി. ഒപ്പം തന്നെ ഈ കൊറോണ കാലത്താണ് ഏറ്റവും കൂടുതൽ ഡീലുകൾ നടന്നിരിക്കുന്നത്. ആ ഡീലുകൾ എല്ലാം തന്നെ ശിവശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു. മുഖ്യമായി ആസൂത്രണം ചെയ്തത് ശിവശങ്കരൻ തന്നെയായിരുന്നു. ആ ഡീലുകൾ നടക്കുമ്പോൾ അവിടെയൊന്നും കെ ശൈലജ ഉണ്ടായിരുന്നില്ല. അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ശിവശങ്കരൻ നേരിട്ടുള്ള ഡീലുകളാണ് നടത്തിയിരുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരി സുവി.